ഹലോ ഹലോ മുഹമ്മദേ. ആ മുഹമ്മദ് DSP ആണ്. നീ എവിടെ? ഞാൻ അവിടെ ഉണ്ട് സാറേ. ഞാൻ മരിക്കാൻ പോവാണ് സാറേ. നീ അബദ്ധമൊന്നും കാണിക്കട്ടോ, ജീവിതം നമുക്ക് ഒന്നുള്ളൂ. അസ്സലാമു അലൈക്കും. പൊന്നാനി കടപ്പുറത്ത് നിന്നും വളരെ സങ്കടകരമായ ഒരു വാർത്തയോട് കൂടിയാണ് ഇന്ന് നേരം പുലർന്നത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇന്നലെ രാത്രി കാണാതായ ഫാത്തിമയുടെ മൃതശരീരം പൊന്നാനി കടപ്പുറത്ത് വെച്ച് നടക്കാനിറങ്ങിയ ആൾക്കാർ ഇന്ന് രാവിലെ കാണുന്നു. അതിനുശേഷം പോലീസിനെ വിവരമറിയിക്കുന്നു. പോലീസ് വന്ന് നോക്കിയപ്പോൾ ആ മയ്യത്ത് മണ്ണിൽ ചവിട്ടി താഴ്ത്തിയ നിലയിൽ ഷാൾ മുറുക്കി ആരോ കൊലപ്പെടുത്തിയ രീതിയിലാണ് കണ്ടെത്തിയിരുന്നത്. അതിനുശേഷം പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. അതിനുശേഷം ഇത് മരിച്ചത് ഫാത്തിമയാണ് എന്ന് മനസ്സിലാക്കുന്നു. ബന്ധുക്കളെത്തിയ ശേഷം മൃതശരീരം തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ഭർത്താവിനെ കാണാനില്ല, അദ്ദേഹം മുങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഭർത്താവിൻ്റെ ഫോൺ കോൾ സ്വന്തം വീട്ടിലേക്ക് വരികയാണ്. തൻ്റെ 4 മാസം പ്രായമുള്ള മകളെ നന്നായിട്ട് നോക്കണമെന്നും ഞാൻ മരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നും ഞാനാണ് ഫാത്തിമയെ കൊലപ്പെടുത്തിയത് എന്ന് അദ്ദേഹം അപ്പോൾ തന്നെ കുറ്റം ഏറ്റെടുക്കുന്നു. അതിനുശേഷം DYSP നേരിട്ട് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഫാത്തിമയുടെ ഭർത്താവിനെ ഫോണിൽ ബന്ധപ്പെടുകയാണ്. ആ സമയത്ത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ആ DYSPയുടെ ഫോൺ കോൾ നമുക്കൊന്ന് കേൾക്കാം. ഹലോ ഹലോ മുഹമ്മദേ. ആ മുഹമ്മദ് DSP ആണ്. നീ എവിടെ? ഞാൻ അവിടെ ഉണ്ട് സാറേ. ഞാൻ മരിക്കാൻ പോവാണ് സാറേ. നീ അബദ്ധമൊന്നും കാണിക്കട്ടോ, ജീവിതം നമുക്ക് ഒന്നുള്ളൂ. ജീവിച്ചിരിക്കും. നീ ആ കുട്ടിനെ നല്ല രീതിയിൽ വളർത്തും. അങ്ങനെ അന്തസ്സുള്ളവർ ചെയ്യേണ്ടത്. ആ കുട്ടിയോട് അല്പം നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? DYSP ഓഫീസിൽ വാ. അതല്ലെങ്കിൽ എല്ലാരും എന്താ പറയാറിയോ? അതല്ലെങ്കിൽ എല്ലാരും എന്ത് പറയുന്നറിയോ? നീ നിന്റെ കുട്ടിനോട് പോലും നീ ഈ കുട്ടീനെ ഈ ലോകത്തേക്ക് ജനിപ്പിച്ചു വിട്ടില്ലേ? അപ്പൊ അതിനെ പോറ്റാനുള്ള അവകാശം നിനക്കുണ്ട്. സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് മുഹമ്മദിനെയും തീർച്ചയായിട്ടും ആ ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കിൽ നിൽക്കുന്ന സമയത്ത് DYSP ബന്ധപ്പെടുന്നു. ആ ഒരു സമയത്ത് പോലീസ് ട്രാക്ക് ചെയ്യുന്നു. എവിടെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെ പരപ്പനങ്ങാടി പോലീസ് തീർച്ചയായിട്ടും അവിടെ എത്തിയ ശേഷം മുഹമ്മദിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ തീർച്ചയായിട്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ സങ്കടം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വാർത്ത നാടിനെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. നാട്ടിലെല്ലായിടത്തും വലിയ രീതിയിലുള്ള ചൂടാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഫാത്തിമയുടെ വീടിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത്. കടപ്പുറം കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഫാത്തിമയെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഭർത്താവ് വീട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുപോവുകയാണ്. ആ സഹോദരി എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നൊന്നും അറിയുന്നില്ല. തൻ്റെ ഭർത്താവിന് തന്നോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുപോവുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ആ ഭാര്യ അദ്ദേഹത്തിനൊപ്പം ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ മണിക്കൂറുകളോളം അവർ അവിടെ പോയി സംസാരിക്കുകയാണ്. ഈ 9 മണിക്ക് പോകുന്ന സമയത്ത് ചൂടായതുകൊണ്ട് കടപ്പുറത്തേക്ക് പോകുന്നു എന്ന് ദൃക്സാക്ഷികളോട് ഈ മുഹമ്മദ് പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്. കാരണം ഇദ്ദേഹം എന്ന് പറയുന്നത് കടുത്ത ഒരു മദ്യപാനിയാണ്, അതുപോലെ തന്നെ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതിൻ്റെ മുന്നേ തന്നെ പല ആവൃത്തി ഈ സഹോദരിയുമായിട്ട് സംശയത്തിൻ്റെ നേരിൽ ഇദ്ദേഹം സംസാരിക്കുകയും അതുപോലെ തന്നെ വീട്ടിൽ കശപിശ അല്ലെങ്കിൽ വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്, എല്ലാ വീട്ടിലും ഉണ്ടാകും. അതുപോലെ ഈ മുഹമ്മദിൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയം അദ്ദേഹത്തിന് വർദ്ധിക്കുകയാണ്. ആ വർദ്ധിച്ച ഒരു സംശയ നേലിൽ തന്നെയാണ് ഭാര്യയെ ഇതിന് മുന്നേ തന്നെ മുഹമ്മദ് കണ്ടിരുന്നത്. ആ സംശയം അവസാനമായിട്ട് ജീവനെടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, അതും ഷാൾ കഴുത്തിൽ മുറുക്കി കൊല്ലുക എന്ന രീതിയിലേക്ക് മാറുകയാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം മദ്യത്തിൻ്റെയോ മറ്റ് ലഹരിയുടെയോ ഒരു അടിമത്തത്തിൽ നിന്ന് മോചിതനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മരണസമയത്ത് മണ്ണ് വാരിയിട്ട് തലൻ്റെ മുകളിലിടുകയും ആ മൃതശരീരം ചവിട്ടിത്താഴ്ത്താൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുകയും ചെയ്യുകയാണ്. ഇത്രയും മൃഗീയമായ രീതിയിലാണ് ഫാത്തിമയെ നമ്മുടെ മുഹമ്മദ് എന്ന് പറയുന്ന വൃത്തികെട്ട മനുഷ്യൻ കൊന്നു കളഞ്ഞത് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ആദ്യം ആരും കാണില്ലെന്ന് കരുതിയെങ്കിലും പിന്നീട് ആ മദ്യത്തിൻ്റെ കെട്ടുവിട്ടതിന് ശേഷം അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അപ്പോഴാണ് അദ്ദേഹം എനിക്ക് മരിക്കണമെന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയത്. ആ സമയത്ത് സംയോജിതമായ ഇടപെടൽ DYSPയുടെ ഭാഗത്ത് നിന്നുണ്ടായത് കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരിക്കുകയാണ്. ഇതിലേറ്റവും വിഷമകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സഹോദരിക്ക് 4 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് വലിയ ഒരു ദുഃഖം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് ആ വാർത്ത ഒന്ന് കാണാം. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പൊന്നാനി ഹാർബറിന് സമീപം മണലിൽ ആഴ്ന്ന നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്.
പിന്നാലെ അത് പൊന്നാനി സ്വദേശിയായ മുഹമ്മദിന്റെ ഭാര്യ ഫാത്തിമയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ സമയം തന്നെ മുഹമ്മദ് ഒളിവിലാണെന്നും പോലീസ് കണ്ടെത്തി. പിന്നാലെ പരപ്പനങ്ങാടിയിൽ നിന്ന് ഈ മുഹമ്മദിനെ കണ്ടെത്തുന്നത്. ഇയാൾ ട്രെയിനിന് മുന്നിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. അവിടെ നിന്ന് പരപ്പനങ്ങാടി പോലീസ് പിടികൂടി പൊന്നാനി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് ദൃക്സാക്ഷികൾ മുഹമ്മദിനെയും ഫാത്തിമയെയും കണ്ടതായി പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് അന്വേഷണം പുരോഗമിച്ചത്. കഴുത്തിൽ ഷാൾ മുറുക്കിയാണ് പ്രതി ഭാര്യയെ കൊലപ്പെടുത്തിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇയാൾക്കുണ്ടായ ഒരു സംശയമാണ്. നിരന്തരമായ തർക്കങ്ങളും ഉണ്ടായിരുന്നു. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ആത്യന്തികമായിട്ട് മുഹമ്മദിനെ തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുകയാണ്. തക്കതായ ശിക്ഷ അദ്ദേഹത്തിന് കിട്ടണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വർദ്ധിച്ചു വരുന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് സംശയങ്ങളുടെ ഒരു കൊലപാതകം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഈ മാസം ചെയ്യുന്ന 5 or 6 വീഡിയോകൾ നമ്മൾ ചെയ്തു. അതിലെല്ലാം തന്നെ ഈ സംശയത്തിൻ്റെ പേരുള്ള കൊലപാതകങ്ങളാണ് നടന്നു വരുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി സ്വന്തം വീട്ടുകാരുമായിട്ട് അത്ര നല്ല അടുപ്പത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അകൽച്ചയിലായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് ഇവരുടെ മേൽ കാര്യമായ ആധിപത്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാര്യമായിട്ട് മുഹമ്മദിനെ സ്നേഹിച്ച് അവരുടെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുകയായിരുന്നു ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സംശയം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ആത്യന്തികമായിട്ട് ഈ മരണം എന്ന് പറയുന്ന വലിയ ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാതാപിതാക്കളായ നമ്മൾ തീർച്ചയായിട്ടും അതിൽ ഇടപെട്ട് അതിനൊരു പരിഹാരമുണ്ടാക്കി കൊടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു കൊലപാതകത്തിലേക്കോ മറ്റോ തീർച്ചയായിട്ടും അത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഒരു കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ എല്ലാം കൊടുത്ത് നമ്മൾ കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ഒരവസ്ഥ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഏതായാലും മരണപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയുടെ കബറിടം പടച്ചോൻ വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ കുടുംബക്കാർക്ക് തീർച്ചയായിട്ടും ക്ഷമ കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആത്യന്തികമായിട്ട് പ്രാർത്ഥിക്കാനുള്ളൂ. മറ്റ് വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.